കൊടുംചൂടിൽ ശരീരം തണുപ്പിക്കാനാണ് തണ്ണിമത്തൻ പൊതുവെ വാങ്ങാറുള്ളത്. സീസൺ ആയതോടെ വഴിയോരങ്ങളിൽ ഉൾപ്പെടെ തണ്ണിമത്തൻ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കിലോയ്ക്ക് 25 രൂപ മുതലാണ് ഇവ വിൽക്കുന്നത്. അകം മഞ്ഞയായ മൃദുല, കിരൺ എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ടെങ്കിലും വെള്ളം ഏറെയുള്ള കടും പച്ച നിറത്തിലുള്ള തണ്ണിമത്തങ്ങയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് ഇവ കേരളത്തിലേക്ക് എത്തുന്നത്. പൊതുവെ ചൂട് കൂടിയത് കാരണം തണ്ണിമത്തങ്ങയ്ക്കാണ് നമുക്ക് കൂടുതൽ കച്ചവടം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഓറഞ്ച്, മുന്തിരി, ജ്യൂസ് മുന്തിരി ഇങ്ങനെയുള്ള ഐറ്റംസും പോകുന്നുണ്ട്. എന്നാലും കൂടുതൽ എൻക്വയറി വരുന്നത് തണ്ണിമത്തൻ തന്നെയാണ്. ചൂടിങ്ങനെ നിന്നാൽ വരും കാലങ്ങളിൽ തണ്ണിമത്തന് കൂടുതൽ ഡിമാൻഡാണ് സാധ്യത. ഇപ്പോൾ കിലോ 25 രൂപയ്ക്ക് നമ്മൾ തണ്ണിമത്തൻ വിൽക്കണേ. പിന്നെ തണ്ണിമത്തൻ ഒരൈറ്റം തന്നെയല്ല, യെല്ലോ തണ്ണിമത്തനുണ്ട്, ഉള്ളിൽ യെല്ലോ ഉള്ള മൃദുല എന്ന തണ്ണിമത്തനുണ്ട്, പിന്നെ നമ്മുടെ കിരണുണ്ട്, സാധാ വരയും തണ്ണിമത്തനുണ്ട്. കിലോ 25 രൂപയ്ക്കാണ് നമ്മൾ സാധാ തണ്ണിമത്തൻ വിൽക്കുന്നത്. സാധാ തണ്ണിമത്തനാണ് പൊതുവെ എൻക്വയറി കൂടുതൽ പോകുന്നത്. ദിനംപ്രതി ലോഡ് കണക്കിന് തണ്ണിമത്തങ്ങയാണ് ഇടുക്കിയിലേക്ക് മാത്രം എത്തുന്നത്. വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന ജില്ലയായതിനാൽ ഇടുക്കിയിൽ തണ്ണിമത്തന് ഏറെ ആവശ്യക്കാരുണ്ട്. വിളഞ്ഞ തണ്ണിമത്തന് ഉള്ളിലുള്ള മാംസളമായ ഭാഗം കഴിക്കുന്നത് ക്ഷീണവും ദാഹവും അകറ്റുന്നതിനാലാണ് ഇതിന് വേനലിൽ ഡിമാൻഡ് ഏറുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി ഇത്തവണ കച്ചവടം നടക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. തണ്ണിമത്തിന് പുറമെ നാടൻ കരിക്കിനും കരിമ്പിൻ ജ്യൂസിനും ആവശ്യക്കാർ ഏറെയാണ്. വരും ദിനങ്ങളിൽ ചൂടേറുന്നതോടെ കച്ചവടവും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.